ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അമൃത ആശുപത്രിയിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ്. വിവിധ തസ്തികകളിലായി ഒഴിവുകൾ വന്നിട്ടുണ്ട്. കുറഞ്ഞ യോഗ്യത 10ാം ക്ലാസ് ആണ്. ഇന്റർവ്യൂ വഴിയാണ് നിയമനം. കോട്ടയം എംപ്ലോയബിലിറ്റി സെന്റർ, കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ള തൊഴിൽ മേള വഴിയാണ് ഈ ഒഴിവുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ ഡീറ്റെയിലും നോക്കാം. എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്ററിലെ 200 ഒഴിവുകളിലേക്ക് നവംബർ 15 രാവിലെ 10 മുതൽ കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററിൽ ഇന്റർവ്യൂ നടത്തുന്നു. ആദ്യം സ്റ്റാഫ് നേഴ്സ് തസ്തിക നോക്കാം. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc അല്ലെങ്കിൽ GNM നഴ്സിംഗ് ആണ്. ഒന്നോ അതിൽ കൂടുതലോ ഉള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ശമ്പളം 28,000 രൂപയാണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രായപരിധി 40 വയസ്സ് വരെയാണ്. 100 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അടുത്തത് നേഴ്സ് ട്രെയിനി തസ്തികയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് BSc അല്ലെങ്കിൽ GNM നഴ്സിംഗ് ആണ്. മുൻപരിചയം ആവശ്യമില്ല. ശമ്പളം 17,000 പ്ലസ് അക്കോമഡേഷൻ ആണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രായപരിധി 26 വയസ്സ് വരെയാണ്. 50 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. അടുത്തത് ഫിസിക്കൽ എഡ്യൂക്കേറ്റർ തസ്തികയാണ്. ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ്. മുൻപരിചയം ആവശ്യമില്ല. ശമ്പളം 20,000 രൂപയാണ്. ജോബ് ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. സ്ത്രീകൾക്ക് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രായപരിധി 30 വയസ്സ് വരെയാണ്. 2 ഒഴിവുകൾ ആണ് വന്നിട്ടുള്ളത്. അടുത്തത് PMS അറ്റൻഡന്റ് തസ്തികയാണ്. ക്വാളിഫിക്കേഷൻ SSLC അല്ലെങ്കിൽ +2 ആണ്. മുൻപരിചയം ആവശ്യമില്ല. ശമ്പളം എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ജോബ് ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സ് വരെയാണ്. 50 ഒഴിവുകൾ ആണ് വന്നിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും ഇന്റർവ്യൂവിന് അനുയോജ്യമായ ഫോർമൽ ഡ്രസ് കോഡിൽ എത്തിച്ചേരുവാൻ ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റുകളുടെയും ബയോഡാറ്റയുടെയും പകർപ്പുകൾ എന്നിവ കയ്യിൽ കരുതുക. എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസ് ആയ 300 രൂപ അടച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ഈ തൊഴിൽമേളയിലും തുടർന്നുള്ളവയിലും പങ്കെടുക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അന്നേ ദിവസം സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിന്റെ വിശദമായ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്.